നിർധന കുടുംബത്തിലെ കുട്ടിക്ക് ടീച്ചറുടെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു വീട്. ഒറ്റപ്പാലം ലക്കിടിയിലാണ് മനസ്സ് നിറയെ സ്നേഹമുള്ള ടീച്ചറെയും കുട്ടിയെയും കാണാൻ കഴിയുക. ലക്കിടി AJB സ്കൂളിലെ ടീച്ചർ സാജിദയും ഫസ്നയെയും നമുക്ക് പരിചയപ്പെടാം. ഒരു ദിവസം സാജിദ ടീച്ചറുടെ വീട്ടിലേക്ക് ക്ലാസ്സിലെ കുട്ടികളെത്തി. അതിൽ ഒരു കുട്ടി മാത്രം ടീച്ചറുടെ വീടിനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. വീട് കണ്ടുകഴിഞ്ഞവൾ അടുത്തെത്തി പറഞ്ഞു, ടീച്ചറെ, ഇതുപോലെ എനിക്കും ഒരു കൊച്ചു വീട് വേണം. ആ ആവശ്യം ടീച്ചറുടെ ഉള്ളിൽ തറച്ചു. 3ാം ക്ലാസ്സുകാരി ഫസ്നയും 6 പേരടങ്ങുന്ന കുടുംബവും റെയിൽവേ സ്റ്റേഷനടുത്തെ ഒറ്റമുറിയിലാണ് താമസം. ദുരിതം ഒരു തുടർക്കഥ പോലെയാണ് ആ കുഞ്ഞിന്. പക്ഷാഘാതം പിടിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്ത അച്ഛൻ, ഒരു അപകടത്തിൽ കാലുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ അമ്മ. ടീച്ചറുടെ ഉള്ളൊന്നു പിടഞ്ഞു. ആ കുഞ്ഞ് അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷയിൽ ഉറങ്ങണമെന്ന് ഉറച്ച് ടീച്ചർ ഇറങ്ങി. നിങ്ങൾക്ക് കണ്ടറിയുണ്ടാവും, നമ്മുടെ മുൻപത്തെ ഈ ഒരു പോർഷനിൽ ഉണ്ടായിരുന്ന വീടാണിത്. ആ വീടിന് പകരം ഇന്ന് നമ്മൾ നല്ല മനോഹരമായ, ചെറുതാണെങ്കിലും മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ടീച്ചർ തന്റെ സൗഹൃദ വലയങ്ങളെ കാര്യം അറിയിച്ചു. അഭയം വനിതാ കൂട്ടായ്മ കൂടി എത്തിയപ്പോൾ വീട് യാഥാർത്ഥ്യമായി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.